എറണാകുളം മൂവാറ്റുപുഴയിൽ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് കൂട്ടുനിന്നവരുടെ വീടുകളിൽ പോലീസ് പരിശോധന. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സൈബർ ഹണ്ടിന്റെ ഭാഗമായാണ് നടപടി. 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെ വിട്ടയച്ചിട്ടുണ്ട്. അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ക്രമക്കേടില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് വിട്ടയച്ചത്. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, എന്താണ് വിശദാംശം? ഇന്ന് രാവിലെയായിരുന്നു സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സൈബർ ഹണ്ടിന്റെ ഭാഗമായി മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിൽ ഏതാണ്ട് 5 CIമാരുടെയും 100ഓളം പോലീസുകാരുടെയും നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ ഒരു സൈബർ ഹണ്ട് നടക്കുന്നത്, ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. ഏതാണ്ട് 10ലധികം വീടുകളിൽ പരിശോധന നടത്തുകയും 8ഓളം പേർ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാളെ പരിശോധനകൾ നടത്തും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. സൈബർ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളുകളെയാണ് ഈ നിലയിൽ കസ്റ്റഡിയിൽ എടുത്തിട്ട് മുൻപ് സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനയും കസ്റ്റഡിയിലെടുക്കലും പിന്നീട് അറസ്റ്റിലേക്കും കടന്നിട്ടുള്ളത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും ശ്രദ്ധേയമായത് പേഴക്കാപ്പള്ളിയിലെ പ്രാദേശികമായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ ഈ സംഭവത്തിൽ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. പിന്നീട് പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കുകയും ചെയ്തു. അക്കൗണ്ട് ഡീറ്റെയിൽസുകളുടെ അടിസ്ഥാനത്തിൽ അവരെ വിട്ടയക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ അവരെ വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കണക്ക് വരുമ്പോഴേക്ക് ഏതാണ്ട് 6ഓളം പേരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡി വെച്ചിട്ടുള്ളത്. 6 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ റിമാൻഡിൽ വിടാനുള്ള നടപടികളിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ കടന്നിട്ടുണ്ട്. അതേസമയം ഈ സൈബർ ഹണ്ട് എന്ന ഓപ്പറേഷൻ മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അജി.